പോകുന്നില്ലല്ലോ. വൈകുകയാണെങ്കിൽ നമുക്കങ്ങ് പോവാൻ മോളെ, അവനങ്ങ് വരും. അങ്ങനെ പോകുന്നില്ല. 7 മണിക്ക് വരാന്ന് പ്രോമിസ് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. എന്നെ തോൽപ്പിക്കാവുന്നായിരിക്കും, അത് നടക്കില്ല. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. ഹലോ, എന്താ ഉണ്ടായത്? ഹലോ, നിങ്ങളാണ്? ഹലോ, എന്റെ സാറേ, എന്താ ജീപ്പും കാറും ഒക്കെ? അവന്റെ വണ്ടി കാണുന്നില്ലല്ലോ. അവനവിടെ പോയി? എപ്പോഴാ സംഭവിച്ചത്? എവിടെ വെച്ചാ? ആക്സിഡന്റ് ആയിരുന്നു? എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് സംഭവിച്ചു എന്നാ? സാർ, ഇവരറിഞ്ഞില്ലാന്ന് തോന്നുന്നു. നമ്മൾ അറിയിക്കണം. എപ്പോഴായാലും അവർ അറിയണമല്ലോ. അറിയേണ്ടതല്ലേ? എന്താ എന്താ നിങ്ങൾ അടക്കം പറയുന്നത്? എന്താ ഉണ്ടായത്? സഞ്ജീവൻ സാറ്. സഞ്ജീവൻ സാറ്? സഞ്ജീവൻ എന്തോ അത്യാഹിതം മരിച്ചുപോയെന്നാ കേട്ടത്. ഓരുടെ? വണ്ടികളെല്ലായിടത്തും പുറത്തിട്ട്, ഒത്തിരി വണ്ടികൾ വരാനുള്ളതാ. ആക്സിഡന്റ് ആയിരിക്കും. കമ്മീഷണല്ലേ, വല്ല വിരോധികളും തട്ടിക്കളഞ്ഞതാണോ? അതാ കൊണ്ടുവന്നെന്ന് തോന്നുന്നത്. അയ്യോ, തള്ളി കേറാതെ. ഇത് സഞ്ജീവ സാറല്ല, സൽപ്പേര് സദാനന്ദനാ. ദൈവമേ, അയ്യോ ഞങ്ങളുടെ ഒരേ ഒരു ചേട്ടൻ പോയേ. ഞങ്ങൾക്ക് ആരുമില്ലേ? ബഹളം വെക്കണ്ട, ജീവൻ പോയിട്ടില്ല. സഞ്ജീവ സാറ് മരിച്ചതറിഞ്ഞ് 3 പ്രാവശ്യം ബോധം കെട്ടതാ. ചേട്ടാ, എവിടെ എവിടെ എന്റെ സഞ്ജീവൻ സാറ്? എടോ, കുറെ നേരമായിട്ട് താന്റെ ക്ഷമയെ പരിശോധിക്കുന്നു. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. താമാറ്. സാറേ, എനിക്കറിയാം DGP അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികത്തിന് സാറിന് പോണോന്നറിയാം. ഈ അഗതിയുടെ ആവശ്യം സാധിച്ചു തന്നാൽ ഞാൻ സാറിനെ ഉടനെ വിടാം. എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാനും കൂടെ വരാം. സാർ, ദേ, ഇത് അന്ന് കൊണ്ടുവന്ന പെട്ടിയാ. പിന്നെ ആ കാറ് നിറയെ പെട്ടികളാണ് സാർ. എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ സാറിന് തീരെഴുതി തരാം. നിർത്തലോ. ഇത്രയും നേരം ഞാൻ മര്യാദയുടെ ഭാഷയെ പറഞ്ഞു. ഇനി തന്നെ ഞാൻ തൊഴിച്ചു മാറ്റണോ? തൊഴിക്കണം സാർ. അങ്ങയുടെ തൊഴി കിട്ടുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എത്ര തൊഴിയാന്ന് വെച്ചാൽ തൊഴിച്ചിട്ട് എന്റെ റാംബോ എനിക്ക് വിട്ടുതരണം സാർ. വണ്ടി എടുക്കണോ? വണ്ടി എടുത്തോളൂ സാർ. അങ്ങേപ്പോലൊരു മഹാമനുഷ്യന്റെ വണ്ടിയുടെ അടിയിൽപ്പെട്ട് മരിച്ചാൽ എനിക്ക് സ്വർഗലോകം ഉറപ്പാ. കൊന്നോളൂ എന്നെ. ഓ, ഇത് വലിയ മാരണമായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കേറ്റി ഇറക്കട്ടോ സാറേ. എന്താടി കേക്കുന്നേ? എവിടെ വെച്ച് സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ഒരു രൂപമില്ല സാർ. എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചൊരു സ്ത്രീയാണ്. പീറ്റിപുരം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് വിവരം കിട്ടിയത്. എന്നെ വിവരം അറിയിച്ച് ദേശസ്നേഹി പത്രക്കാരാ. ഞാനപ്പൊ തന്നെ ഒരു കമ്മീഷണർ മരിച്ചു എന്ന് നാട്ടിലേക്ക് വാർത്ത പറഞ്ഞിട്ട് എവിടെ വെച്ച് മരിച്ചു, എങ്ങനെ മരിച്ചെന്ന് പോലീസുകാർക്ക് പോലും അറിയില്ലേ? ഇതെന്താ വാലും തുപ്പില്ലാത്ത ഡിപ്പാർട്ട്മെന്റോ? ഞാൻ മാറൂല്ല. എടുക്കണോ? ഇനി തന്നോട് വേദം മൂന്നിട്ട് കാര്യമില്ല. മറിയണോ? അപ്പൊ സാറിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല? ഇല്ലടോ, ഇടിയട്ടെ. ഇനി സാറിനോട് താണുകേട് അപേക്ഷിച്ചാൽ ശരിയാവില്ല. കാര്യങ്ങൾ അതിന്റെ വഴിയാവണ്ണം നടക്കട്ടെ. പെട്ടി സാറിന് വേണ്ട, വേറൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ മക്കളെ,
ഇങ്ങോട്ട് വരുന്നേടാ. ഇത് റാംബോയുടെ കൂട്ടുകാരാ. ഇവരകത്തായിട്ടില്ല. ഡാ കമ്മീഷൻ സാറ് കൊടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ കൊടുത്തേക്ക്. അങ്കിൾ വണ്ടിയിലിട്ടിരിക്കാം. പറയണോ, ഇന്ന് എപ്പോഴാണോ താൻ സഞ്ജീവനെ അവസാനമായിട്ട് കണ്ടത്? വൈകുന്നേരം 4 മണിക്ക് എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മാഡത്തിനെയും കുട്ടി ആനിവേഴ്സറിക്ക് പോണോന്നും പറഞ്ഞ് അദ്ദേഹം പോയത്. അത് അവസാന യാത്രയായിരിക്കും എന്ന് അറിഞ്ഞില്ലേ മോനെ? താൻ കൺട്രോൾ റൂമിൽ വിളിച്ച് വിശദമായ റിപ്പോർട്ട് ശേഖരിക്കും. Yes, sir. വാടോ, നമുക്ക് എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് അന്വേഷിക്കാം. സഞ്ജീവ് സാറല്ലേ ഇത്? നമ്മൾ അയൽവക്കക്കാരാടി. എന്റെ സാറ് മരിച്ചാലും നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും, എന്നും. അതല്ലേ സഞ്ജീവ് സാർ വന്ന് നിൽക്കുന്നു. മോളെ താനത് എവിടെയായിരുന്നോ? സാർ, വരുന്ന വഴിക്ക് കുരുക്കളുടെ ആൾക്കാരുമായിട്ട് ചെറിയൊരു പ്രശ്നം. എന്താ എല്ലാരും കൂടി ഇവിടെ? വെഡിങ് ആനിവേഴ്സറി ഇങ്ങോട്ട് മാറ്റിയോ സാർ? താൻ മരിച്ചെന്നാരോ ഫോൺ ചെയ്ത് അറിയിച്ചു. കാളെ പറ്റെന്ന് കേൾക്കുമ്പോ കയറെടുക്കുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാര്. തന്നെയല്ലോ ഞാൻ ചാർജ് ഏൽപ്പിച്ചിരുന്നത്. എന്തായിരുന്നു ഫോൺ സന്ദേശം? സഞ്ജീവൻ IPS മരിച്ചുപോയി എന്ന് മാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഒരു സ്ത്രീയായിരുന്നു. ആരെന്നും എന്തെന്നും പറയാതെ ടെലിഫോൺ കട്ട് ചെയ്തപ്പോ തന്നെ അതൊരു ഫാൾസ് ന്യൂസ് ആണെന്ന് എനിക്ക് തോന്നിയില്ലേ? വൈ കുഡന്റ് യു കോൺടാക്ട് ടെലിഫോൺ എക്സ്ചേഞ്ച്? വിളി എവിടുന്നാ വന്നതെന്ന് മനസ്സിലാക്കാമായിരുന്നല്ലോ. അപ്പൊ ഒരു സ്ത്രീയാണ് വില്ലത്തി. ഇത് വാടക വീടല്ലേ? പണ്ടങ്ങോ തൂങ്ങിച്ചെത്തൊരു സ്ത്രീയുടെ ആത്മാവായിരിക്കോ ഫോൺ ചെയ്ത്? സാർ, വിളിച്ചു പറഞ്ഞത് ആരാണെന്ന് ഏകദേശം മനസ്സിലായി. പക്ഷെ അത്ര പെട്ടെന്ന് കുറ്റം സമ്മതിക്കുന്ന കക്ഷിയല്ല. ചോദ്യം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മർദ്ദിക്കേണ്ടതായും വരും. ഇതിൽ മറ്റാരും ഇടപെടാൻ പാടില്ല. Can I? യെസ് യു ക്യാൻ. ഈ കടുങ്കൈ ചെയ്ത് ആരായാലും ഷൂട്ട് ചെയ്യേണ്ടതാണ്. യു പ്രൊസീഡ്. താങ്ക് യു സാർ. ഏട്ടനൊന്നുമില്ല മക്കളെ, ഒന്നുമില്ല സാർ. അയ്യേ, കരയല്ലേ 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 കൂട്ടാ. വാടി ഇങ്ങോട്ട്. ഞാൻ ചത്തുപോയിന്ന് ഫോൺ ചെയ്ത് അറിയിച്ച നീയല്ലേ? ഞാനോ? എന്തായി പറയുന്നേ? പറയടി. ഞാൻ ആർക്കും ഫോൺ ചെയ്തിട്ടില്ല. നിഷേധിക്കാൻ നോക്കണ്ട, കൊന്നുകളയും ഞാൻ. താൻ എന്ത് അസംബന്ധമാണോ ഈ പറയുന്നത്? ജീവനോടെ ഇരിക്കുന്ന ഭർത്താവ് മരിച്ചുപോയെന്ന് ഏതെങ്കിലും ഒരു ഭാര്യ പറയുവോ? ഒരു ഭാര്യയും പറയില്ല, പക്ഷെ ഇവള് പറയും. ഇവളുടെ നാവിൽ നിന്ന് മാത്രമേ അത്ര ഒരു വാർത്ത പുറത്തു വരൂ. സാർ പ്ലീസ്, സാർ ഇതിൽ ഇന്റർഫിയർ ചെയ്യരുത്. പറയടി, നീയല്ലേ ഫോൺ ചെയ്തത്? അല്ല അല്ല അല്ല. പറയടി. ഞാനല്ല. അയ്യോ, എടുക്ക്. അയ്യോ. ഞാനല്ല. പറയടി. No. അത് കണ്ടിട്ട് നമ്മുടെ മോള്. അവളാണത് ചെയ്തതെങ്കിൽ അവൾ അത് അർഹിക്കുന്നു. നിങ്ങൾ നോക്കി നിൽക്കണം. സഞ്ജീവൻ
സത്യം പറയാൻ എന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള റിവെഞ്ച് ആളിക്കത്തുകയായിരുന്നു. ഫോൺ ചെയ്തത് ഞാനാ. ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. ചത്തില്ലെങ്കിൽ കൃത്യം 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ വ്യക്തി 8:45 എത്തിയില്ല. അതിനർത്ഥം ചത്തുപോയെന്നല്ലേ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. കൊന്നോ, ഇനി എന്നെ കൊന്നോ. യഥാർത്ഥ പ്രതിയുടെ നാവിൽ നിന്ന് എന്നെ സത്യം എല്ലാരും കേട്ടില്ലേ? ഇവളെ ഒരു മനുഷ്യ സ്ത്രീയായി നല്ലൊരു ഭാര്യയായിട്ട് മാറ്റിയെടുക്കാൻ എനിക്ക് പലതും ചെയ്യേണ്ടി വന്നു. പലപ്പോഴും സഹിച്ചു, ക്ഷമിച്ചു. പക്ഷെ നന്നായില്ല, നന്നാവില്ല. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണെന്നുള്ള ഹുങ്ക്. ജനിച്ചു വളർന്ന മണ്ണിന്റെ മണവും മൂല്യവും സംസ്കാരവും പഠിക്കാത്ത ഇവൾക്ക് രക്തബന്ധവും വ്യക്തിബന്ധവും സ്നേഹവും സാഹോദര്യവും ഒന്നും മനസ്സിലാവില്ല സാർ. ഈ ജന്മം ഇവൾക്കൊരു ഭാര്യയാവാൻ കഴിയില്ല. എത്രമാത്രം അഹങ്കാരിയാണ് ഇവിടുന്ന് നിങ്ങളെയൊക്കെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ള അവസരം അവള് തന്നെ ഉണ്ടാക്കി തന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെ മരിച്ചുപോയെന്ന് പരസ്യപ്പെടുത്തി ഇവൾ നാളെ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ വാക്കത്തി കൊണ്ട് വെട്ടി നോക്കാനും പഠിക്കില്ല. എനിക്ക് നീ ഭാരം ചുമക്കാൻ വയ്യ. എനിക്കിവിടെ വേണ്ട. സഞ്ജീവൻ, അതെ സാർ, പണ്ട് ഇതുപോലൊരു പോലീസ് സേനയുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഇവളുടെ കഴുത്തി താലി കെട്ടിയത്. ഇന്ന് അതുപോലൊരു പോലീസ് സേനയുടെ മധ്യത്തിൽ വെച്ച് ഞാനിവളെ ഉപേക്ഷിക്കുന്നു സാർ. അങ്ങയുടെ മകളാണെന്ന് അഭിമാനിക്കുന്ന അഹങ്കരിക്കുന്ന ഇവൾ അങ്ങേക്ക് കൊണ്ടുപോവാം. വിവാഹമോചനമോ സ്ത്രീപീഡന കേസോ എന്ത് വേണേലാകാം. ഐ എം സോറി സാർ, പാർഡൺ മീ. വാ മക്കളെ. അച്ഛാ.